ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെ വീട്ടിലേക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് യൂസ്ഫുൾ ആവുന്ന നമ്മുടെ ഹെൽത്തിനും അതുപോലെ നമ്മുടെ ലൈഫിന് തന്നെ സഹായകരമാകുന്ന രണ്ട് പ്രോഡക്ട്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. Hello everyone, this is Fawaz. You're watching ADOPIX. ആദ്യത്തെ പ്രോഡക്റ്റ് തുസ്തി എന്ന ബ്രാൻഡിന്റെ നോൺ കോൺടാക്ട് ഇൻഫ്രാറെഡ് തെർമോമീറ്റർ ആണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള തെർമോമീറ്ററിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തിൻ്റെയും ടെമ്പറേച്ചർ നമുക്ക് അറിയാൻ സാധിക്കും. നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ നമുക്കറിയാം, അതുപോലെ തന്നെ ഒബ്ജക്റ്റിന്റെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ, അഡീഷണൽ ആയുള്ള എന്തൊക്കെ ഫീച്ചേഴ്സും കാര്യങ്ങളാണെന്നത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇങ്ങനൊരു ബോക്സിലാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ബോക്സിൽ തന്നെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, ഇതിന്റെ മെയിൻ ഹൈലൈറ്റും കാര്യങ്ങളൊക്കെ. ബോക്സ് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ലഭിക്കുന്ന ഒരു യൂസർ മാനുവൽ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇൻഫ്രാറെഡ് തെർമോമീറ്റർ ലഭിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 AAA ബാറ്ററികളും ലഭിക്കുന്നുണ്ട്, നമ്മൾ സാധാരണ റിമോട്ടിലും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അപ്പോൾ ഇതെന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ ബാറ്ററി റിമൂവ് ചെയ്തതിനു ശേഷം ബാക്ക് സൈഡിലായിട്ട് ഇങ്ങനെ ഒരു കാണാൻ സാധിക്കും. അത് ഓപ്പൺ ചെയ്തതിനു ശേഷം 2 AAA ബാറ്ററികളും ഇതിലിടുക. ഇട്ടതിന് ശേഷം ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇവിടെയായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബൂം, ഇത് ഓൺ ആയി. യെസ്, ഈ ഒരു ഗണ്ണിന്റെ രൂപത്തിലുള്ള ഈ ഒരു പ്രോഡക്റ്റ് ആണ് ഇൻഫ്രാറെഡ് തെർമോമീറ്റർ. നമുക്ക് നോൺ കോൺടാക്റ്റ് ആയിട്ട് നമുക്ക് അടുത്തോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ പിടിച്ചിട്ടോ അല്ലെങ്കിൽ വെച്ചിട്ടോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഏറ്റവും ലോങ്ങിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ടെമ്പറേച്ചർ, ഏതൊരു ബോഡിയുടെ ശരീരത്തിലുള്ള ടെമ്പറേച്ചറും അതുപോലെ തന്നെ ഒബ്ജക്റ്റിന്റെ ടെമ്പറേച്ചറും നമുക്ക് അടുത്തൊന്നും പോകാതെ തന്നെ നമുക്ക് അളക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കൊറോണയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത്രയും അകലം പാലിച്ചുകൊണ്ടും നമ്മൾ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്കത് പകരാനും കാര്യങ്ങളൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ലോങ് നിന്ന് ഏതൊരു മോളിൽ ചെന്ന് കഴിഞ്ഞാലും ഏതൊരു ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാലും എവിടെ നമ്മളിപ്പോൾ പുറത്ത് നോക്കിക്കഴിഞ്ഞാലും ഇതുപോലെ ഈ ഒരു തോക്ക് പോലെയുള്ള ഈ ഒരു സാധനം പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അത് നമ്മുടെ ഈ ഒരു നെറ്റിക്ക് ഒരു 3 to 5 സെൻറ്റിമീറ്റർ അകലത്തിൽ പിടിച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടെമ്പറേച്ചർ, നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ എത്രയാണെന്ന് അറിയാൻ സാധിക്കും. ഇതിൻ്റെ ഇവിടെ ആയിട്ടൊരു 3 ബട്ടൺസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്ലസ് മൈനസ് മോഡ് എന്ന് പറയുന്ന ബട്ടൺസ് കാണാൻ സാധിക്കും. താഴെ ആയിട്ടുള്ള ഈ ഒരു ബട്ടണിൽ ജസ്റ്റ് പ്രസ് ചെയ്താലാണ് നമുക്ക് ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാൻ സാധിക്കുന്നത്. ഇവിടെ ആയിട്ടുള്ള ഈ ഒരു മോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബോഡി ടെമ്പറേച്ചറിലേക്കും അതുപോലെ ഒബ്ജക്റ്റ് ടെമ്പറേച്ചറിലേക്കും മാറ്റാൻ സാധിക്കും. അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒബ്ജക്റ്റിലേക്ക് മാറ്റിയിട്ട് ഇപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൻ്റെ അല്ലെങ്കിൽ തണുത്ത സൈഡ്, എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്ലാന്റുകൾ അല്ലെങ്കിൽ നമ്മൾ വാട്ടർ, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് വേറെ എന്തെങ്കിലും ചെടികളോ അല്ലെങ്കിൽ നമുക്ക് ഡിവൈസിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളോ അതിൻ്റെ ടെമ്പറേച്ചറോ കാര്യങ്ങളോ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ ടെമ്പറേച്ചർ ഹീറ്റ് ആവുന്നുണ്ടെന്നുള്ളതൊക്കെ എല്ലാം നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യാൻ. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വലിയൊരു സ്ക്രീൻ കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് നല്ല ക്ലാരിറ്റിയോട് കൂടി തന്നെ നമുക്ക് ഇതിൻ്റെ റീഡിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ റീഡിങ് കാര്യങ്ങളൊക്കെ ക്യാച്ച് ചെയ്യാൻ സാധിക്കും. വളരെ ചെറുതായിട്ടൊന്നും അല്ല കൊടുത്ത്, അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ റീഡ് ചെയ്തിട്ടുള്ള ബോഡി ടെമ്പറേച്ചറോ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ടെമ്പറേച്ചറോ 30 ആളുകളുടെ വരെ ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഫെസിലിറ്റിയും കൂടെ ഉണ്ട്. അപ്പോൾ ഈ സൈഡിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നായിട്ട് കാണാവുന്ന. രണ്ടാമത്തേത് പൾസ് ഓക്സിമീറ്റർ എന്ന പ്രോഡക്റ്റ് ആണ്. ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെയൊക്കെ വീടുകളിൽ എന്തായാലും നിർബന്ധമായിട്ടും വേണ്ട ഒരു സാധനം തന്നെയാണെന്ന് പറയാം. ഇതുകൊണ്ട് നമുക്ക് ഓക്സിജന്റെ റേറ്റിംഗ് അറിയാം, എത്രത്തോളം നമുക്ക് പൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയാം. അതുപോലെ ഹാർട്ട് റേറ്റിംഗും കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. അപ്പോൾ അത് വെച്ചിട്ട് ഇപ്പം കൊറോണയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൂചന ആയിട്ടാണ് ഒന്ന് ടെമ്പറേച്ചർ നമുക്ക് കൂടുതലായിട്ട് വരിക, അതുപോലെ തന്നെ നമുക്ക് ഓക്സിജൻ്റെ അളവ് കുറയുക എന്നുള്ളത്. സാധാരണ ഒരു നോർമൽ പേഴ്സണിനേക്കാളും ഓക്സിജൻ പെട്ടെന്നായിട്ട് കുറഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ആ ഒരു സംഭവം ഇത് നമ്മുടെ ഫിംഗറിൽ വെച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. പിന്നെ നോർമലായിട്ട് ഇപ്പോൾ നമുക്ക് രോഗങ്ങൾ, ഇപ്പോൾ ഹാർട്ട് സംബന്ധമായിട്ടോ ലെൻസ് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ഓക്സിജൻ ആദ്യമേ കുറവുള്ള പ്രോബ്ലംസോ കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ചെറിയൊരു ഡിവൈസ് കൊണ്ട് നമുക്ക് വെച്ച് നോക്കിയിട്ട് അതിൻ്റെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ള അറിയാൻ സാധിക്കും. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം, എന്തൊക്കെയാണ് ഇതിൻ്റെ ഫെസിലിറ്റികളും ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വളരെ ചെറിയ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ബോക്സിലാണ് നമുക്ക് ലഭിക്കുന്നത്. എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബോക്സ് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ലഭിക്കുന്ന ഒരു യൂസർ മാനുവൽ ആണ്. അതുപോലെ തന്നെ ഒരു ഹുക്കാണ്, ഒരു സ്ട്രാപ്പ് ഹുക്കാണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് വീണ് പോകാതിരിക്കാനൊക്കെ ഇത് യൂസ് ചെയ്യാം. പിന്നെ ഓക്സിമീറ്റർ ആണ് ലഭിക്കുന്നത്. വളരെ ചെറുതാണ്, നമുക്ക് കയ്യിലൊക്കെ ക്യാരി ചെയ്ത് കൊണ്ട് നടക്കാനും ഈസി ആയിട്ട് തന്നെ ഉപയോഗിക്കാനും സാധിക്കും. അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ 2 AAA ബാറ്ററി ലഭിക്കുന്നുണ്ട്. അത് ബാക്ക് സൈഡിലായിട്ട് നിങ്ങൾ ജസ്റ്റ് ഇൻസേർട്ട് ചെയ്യുക. പൾസ് ഓക്സിമീറ്റർ യൂസ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് പവർ ബട്ടൺ കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു പവർ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും തുസ്തി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ബ്രാൻഡ് നെയിമും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇത് ഓൺ ആയതിനു ശേഷം ഫിംഗർ ഔട്ട് എന്ന് കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾ
സെൻറ്റർ ഈ ഒരു സെൻറ്റർ വിരലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് വിരൽ വേണമെങ്കിലും ചൂസ് ചെയ്യാം. അതിൽ ഏറ്റവും ബെസ്റ്റായി പറയുന്നത് ഈ ഒരു മിഡിൽ ഫിംഗർ ആണ്. അപ്പോൾ ഈ ഒരു മിഡിൽ ഫിംഗർ നേരെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ താഴ്ഭാഗത്തായിട്ട് ഒരു ലൈറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മുകളിലായിട്ട് ഒരു റിസീവ്, ആ ലൈറ്റ് റിസീവ് ചെയ്യുന്ന ഒരു പോയിന്റും കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ലൈറ്റ് കടന്നു പോകുന്നത് മുകളിലേക്ക് റിസീവ് ആവുന്നതിൻ്റെ ആ സെൻറ്ററിലായിട്ട് നമ്മുടെ ഫിംഗർ വെച്ചുകൊണ്ട് തന്നെ അത് കടന്നു പോകുന്നത് രക്തത്തിൻ്റെ കൊയിലൂടെയും അതുപോലെ തന്നെ രക്തത്തിൻ്റെ കോശങ്ങളിലൂടെയൊക്കെയാണ് ഇത് കടന്നു പോകുന്നത്. അപ്പോൾ അതിലൂടെ ഇതിൻ്റെ ആ ഒരു മീറ്ററിങ്ങും അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇത് മെഷറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതിൻ്റെ ഇവിടെയായിട്ട് കാണിക്കുന്നത് ഓക്സിജൻ്റെ സാച്ചുറേഷൻ റേറ്റിംഗ് ആണ്. പെരിഫറൽ ഓക്സിജൻ സാച്ചുറേഷൻ, അതായത് SpO2 എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്സിജൻ്റെ അളവ് നമുക്ക് നോർമലായിട്ട് 94% 99 ആണ്. എല്ലാ വ്യക്തികൾക്കും ഏകദേശം മിഡിൽ ഏജുള്ള ഏകദേശം എല്ലാവർക്കും ആ ഒരു പെർസെൻറ്റേജ് ആയിരിക്കും കാണിക്കുക. അപ്പോൾ അതിൽ കുറവാണ് ഇപ്പോൾ കോവിഡ് അല്ലെങ്കിൽ ഇപ്പോൾ കൊറോണയും കാര്യങ്ങളൊക്കെ അതിൻ്റെ സാധ്യതകളും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് അതിലും കുറവായിട്ടായിരിക്കും ഓക്സിജൻ ഉണ്ടാവുക. ഇനി അതിൽ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നോർമലായിട്ട് ചിലവർക്ക് എപ്പം ചെക്ക് ചെയ്യുന്ന കഴിഞ്ഞാലും ചിലപ്പോൾ 92 ഉണ്ടാവുള്ളൂ, 91 ഉണ്ടാവുള്ളൂ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അവരുടെ ബേസിക് ആയുള്ള ഓക്സിജൻ ചിലവ് അതായിരിക്കും. അതിന് പകരമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് 98 ഉണ്ട്, 98 ആണെന്നുണ്ടെങ്കിൽ നോർമൽ കേസിൽ നിങ്ങൾ അതിങ്ങനെ ചെക്ക് ചെയ്ത് ഇടയ്ക്ക് വെച്ചിട്ട് 92ലേക്കോ അല്ലെങ്കിൽ അതിന് കുറവിലേക്കൊക്കെ വരുമ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ഡോക്ടേഴ്സിനെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. ഇനി ഇൻ്റർനെറ്റിൽ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ ഒരുപാട് ഇതിൻ്റെ കുറച്ച് ട്യൂട്ടോറിയൽസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. കൂടുതലായിട്ട് നിങ്ങൾക്ക് അത് മുഖാന്തരം അറിയും. ഇത് ഞാൻ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ഈ സൈഡിലായിട്ട് കാണിക്കുന്നത് ഹാർട്ട് റേറ്റിംഗ് ആണ്. അപ്പോൾ ഓരോ വ്യക്തികൾക്കും പല രീതിയിലായിരിക്കും ഹാർട്ട് റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ മുകൾ ഭാഗത്തായിട്ട് ബാറ്ററിയുടെ ലെവൽ കാണിക്കുന്നുണ്ട്, താഴെ ഭാഗത്തായിട്ട് അതിൻ്റെ ആ ഒരു ഗ്രാഫും കാര്യങ്ങളും ഓക്സിജന്റെ ഗ്രാഫും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. പിന്നെ സൈഡിലായിട്ട് ആ ഒരു ഹാർട്ട് ബീറ്റിന്റെ ഒരു ആനിമേഷനും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഈ പവർ ബട്ടൺ കുറച്ച് സമയം ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ മെനു ഓപ്ഷനിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അതിന്റെ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അലാറംസ് വേണോ, ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാം, അതുപോലെ ഓക്സിജൻ ലെവൽ എത്രയാണ് മിനിമം വേണ്ടത്, പിന്നെ ഹാർട്ട് റേറ്റും കാര്യങ്ങളൊക്കെ എത്രത്തോളമാണ് മിനിമം, ഹൈയും എത്രയാണ് വേണ്ടതെന്നുള്ളതൊക്കെ എല്ലാം നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു പ്രോഡക്റ്റ് എല്ലാ വീട്ടിലേക്കും വേണോ അല്ലെങ്കിൽ ആരൊക്കെയാണ് വാങ്ങേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് നമുക്കിപ്പോൾ ഹാർട്ട് സംബന്ധമായിട്ട് ലെൻസ് സംബന്ധമായിട്ട് ഓൾറെഡി ഓക്സിജൻ പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ ചെക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് നമുക്കിത് ചെക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൊറോണ ഉണ്ടോ എന്നുള്ളൊക്കെ സംശയങ്ങളുണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് പനി, അതുപോലെ ജലദോഷം, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ശ്വാസം മുട്ടൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇതൊന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്സിജൻ്റെ ലെവൽ കുറവാണോ അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റിലും കാര്യങ്ങളൊക്കെ ഡിഫറൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അത് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടേഴ്സിനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിക്കാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾ ഓൾറെഡി കോവിഡ് നിങ്ങൾക്ക് പോസിറ്റീവ് ആയ ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി, അല്ലെങ്കിൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് കൺട്രോൾ ചെയ്യാവുന്നുള്ളൂ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഡിവൈസ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊറോണ പോസിറ്റീവ് ആയ ആളുകൾക്കും നിങ്ങളുടെ ഓക്സിജൻ ലെവൽ കൂടുന്നുണ്ടോ, അതിലെന്തെങ്കിലും ഡിഫറൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ എന്നുള്ളതും ഈ ഒരു ഡിവൈസ് വെച്ചിട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ 3 സെക്ഷനായുള്ള ആളുകൾക്കായിരിക്കും ഇത് ഏറ്റവും കൂടുതലായിട്ട് ഉപകാരപ്പെടുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഒരു ചെറിയ ഡിവൈസ് വെച്ചുകൊണ്ട് നമ്മുടെ ഓക്സിജൻ ലെവലും അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് മെഷർമെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏറ്റവും നമ്മുടെ ലൈഫിൽ ഒരു ജീവിതം തന്നെ രക്ഷിക്കാൻ ഈ ഒരു ഡിവൈസ് കൊണ്ട് സഹായിക്കും. നമ്മളിപ്പോൾ കേൾക്കാറുണ്ട് കുഴഞ്ഞു വീണ് മരിച്ചു, ഓക്സിജൻ ലെവൽ മാറ്റങ്ങൾ വന്നിട്ട് മരിച്ചു. അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള ഓക്സിജൻ ലെവൽ എത്രയാണ് അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് എത്രയാണ്, നമുക്ക് വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നൊന്നും നമ്മൾ ഇടയ്ക്ക് പോലും ചെക്ക് ചെയ്യുന്നില്ല. എന്തെങ്കിലും രോഗങ്ങളോ കാര്യങ്ങളോ അധികമായിട്ട് വന്ന് ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന സമയത്താണ് അവിടെയാണ് ഇതുപോലുള്ള വലിയ ബോക്സുകളിൽ നമുക്ക് ഇതുപോലുള്ള ഓക്സിമീറ്റർ നമുക്ക് കാണാൻ സാധിക്കും, പൾസ് ഓക്സിമീറ്ററുകൾ. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് അപ്പോഴാണ് നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നത്. പക്ഷേ അതിന് പകരമായിട്ട് ചെറിയൊരു എമൗണ്ട് കൊടുത്ത് നമ്മുടെ വീട്ടിൽ വാങ്ങിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ മുതിർന്ന ആളുകൾക്കും ചെറിയ ആളുകൾക്കും മിഡിൽ ഏജ് ആളുകൾക്കും എല്ലാവർക്കും ഇത് വെച്ചിട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തിയ ഈ ഒരു 2 പ്രോഡക്റ്റും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ 2 പ്രോഡക്റ്റുകളുടെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള, നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ആവശ്യമുണ്ടോ, നിങ്ങളുടെ വീട്ടിലേക്ക് ഇത് ആവശ്യമുണ്ടോ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ നിങ്ങളുടെ വീട്ടിൽ ഉപകാരപ്പെടുമെന്ന് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ വാങ്ങിക്കുക. നല്ലൊരു പ്രോഡക്റ്റാണ്, നല്ല അക്യുറേറ്റ് ആയിട്ട് തന്നെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ഒരുപാട് തവണ നമ്മുടെ വീട്ടിൽ ഫാമിലിയുള്ള ആളുകളതൊക്കെ ചെക്ക് ചെയ്ത് നോക്കി. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അവർക്ക് ഉപകാരപ്പെട്ടെ അതുപോലുള്ള അറിവും കാര്യങ്ങളൊക്കെ അവർക്കും കിട്ടട്ടെ. അവരുടെ വീട്ടിലും ചിലപ്പോൾ രോഗികളുണ്ടാവും, അതുപോലെ തന്നെ ഇതുപോലുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവർക്ക് ഇതുപോലുള്ള ഡിവൈസുകൾ വീട്ടിൽ വെച്ച് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എല്ലാം ചെക്ക് ചെയ്യാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.